പാപ്പയുടെ വേർപാടിന് ശേഷം ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്ത പുതിയ പാപ്പയും കോൺക്ലേവുമാണ്. അത് സ്വാഭാവികവുമാണ്. ലോകത്തിലെ ക്രൈസ്തവ ജനസംഖ്യ, കത്തോലിക്കരുടെ വിവിധ രാജ്യങ്ങളിലെ സാമൂഹിക അവസ്ഥ, വത്തിക്കാൻ രാജ്യത്തിന്റെ സവിശേഷതയെല്ലാം ഈ വാർത്താ പ്രാധാന്യത്തിന്റെ കാരണങ്ങളാണ്. പോപ്പ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന സാർവത്രിക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് ഭൂമിയിൽ വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട്. അത് വത്തിക്കാൻ എന്ന ചെറിയ രാജ്യത്തിന്റെ അധ്യക്ഷനായതുകൊണ്ടല്ല, വിശ്വാസികളുടെ പോപ്പ് യേശുക്രിസ്തുവിന്റെ കാണപ്പെടുന്ന പ്രതിനിധിയാണ്. കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളുടെ അധ്യക്ഷന്മാരെയും കർദിനാൾമാർ, മെത്രാൻമാർ എന്നിവരെയും നിയമിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും പോപ്പാണ്. സഭയിലെ എല്ലാ തിരുസംഘങ്ങളുടെയും സമർപ്പിത സമൂഹങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും പ്രധാന ആചാര്യൻ പോപ്പാണ്. എല്ലാ അധികാരങ്ങളുടെയും പ്രധാന കേന്ദ്രം പോപ്പിൽ എത്തി നിൽക്കുന്നുണ്ട്. പോപ്പ് ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ പിന്നെ മാറ്റമില്ല. അതിനു മുകളിൽ അപ്പീലില്ല. പാപ്പയാണ് സഭയുടെ വലിയ പിതാവും അവസാന വാക്കും. പാപ്പയ്ക്ക് വിധേയരാണ് സകല അധികാരങ്ങളും. വിശുദ്ധമായ ദൈവിക സംവിധാനത്തിന്റെ ദൃശ്യമായ അടയാളമാണ് വത്തിക്കാനിലെ പോപ്പ്. പോപ്പ് പറയുന്നത് അറിയാൻ എക്കാലവും ലോകം വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആയുധങ്ങളല്ല, ദൈവവചനവും വിശുദ്ധ പാരമ്പര്യവും സഭയുടെ എഴുതപ്പെട്ട നിയമങ്ങളും ചാക്രിയ ലേഖനങ്ങളും കർദിനാൾ തിരുസംഘവും സഭയെ നയിക്കുന്നു. പോപ്പ് എന്ന ഭരണകേന്ദ്രം ഏകാധിപതിയെ പോലെ ഭരിക്കുന്ന സമിതിയോ സംവിധാനമോ അല്ല കത്തോലിക്ക സഭയ്ക്കുള്ളത്. അത് ലോകം തിരിച്ചറിയുന്ന വസ്തുതയാണ്. പോപ്പ് കാലം ചെയ്തപ്പോഴും സഭയുടെ വത്തിക്കാനിലെ സാർവത്രിക സഭയുടെ മുഴുവൻ സംവിധാനങ്ങളും വിവിധ രാജ്യങ്ങളിലെയും രൂപത, ഇടവക സംവിധാനങ്ങളും പതിവ് പോലെ ശാന്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വ്യക്തിയല്ല, ശക്തമായ മികച്ച ഒരു സംവിധാനമാണ് ഭരണകാര്യങ്ങൾക്ക്, സഭാരീതികൾക്ക്, പറഞ്ഞാൽ ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകുന്നത്. പരിശുദ്ധ ആത്മാവ് സഭയെ നയിക്കുന്നുവെന്ന് സഭാംഗങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ പാപ്പന്മാർ നിയമിച്ച 252 കർദിനാൾമാർ ഇപ്പോഴുണ്ട്. ഇവരിൽ പലരും അവരുടെ രാജ്യങ്ങളിലെ മെത്രാൻ സമിതികളുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്നവരാണ്. ചില സ്വയാധികാര സഭകളുടെ അധ്യക്ഷന്മാരുമാണ്. രൂപതകളുടെ അധ്യക്ഷന്മാർ, സന്യാസ സഭകളിലെ അംഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. രൂപതാ ഭരണത്തിൽ നിന്നും വിരമിച്ചവരും ഉണ്ട്. വത്തിക്കാനിലെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നു. ഒരു പോപ്പിന്റെ കുറവ് എങ്ങും കാണാറില്ല. എന്നാൽ സഭയ്ക്കൊരു നാഥനെ വേണം. അനുദിനം സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ, സാർവത്രിക സഭയ്ക്ക് കാലത്തിന് അനുയോജ്യമായ ദർശനം നൽകുവാൻ, ലോകത്തിന് ധാർമ്മികതയുടെ വെളിച്ചം നൽകുവാൻ ഉടനെ ഒരു പാപ്പയെ ലഭിക്കും.